ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഞാൻ അതിൽ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ഇപ്പോൾ എനിക്ക് ഗ്രീൻ സ്ക്രീൻ ഒന്നും ഇപ്പോൾ കയ്യിലില്ല, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരത്തേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിതിൻ്റെ ആൻസർ ചെയ്യുക, അതുപോലെ തന്നെ ആ ടോപ്പിക്സുകൾ എന്താണെന്ന് എനിക്ക് പറ്റുന്ന ഒരു സ്പീഡിൽ ഞാൻ നിങ്ങളെ മാക്സിമം മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു. സോ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് കൂടെ ഒന്ന് പറയുവാണെങ്കിൽ നമുക്ക് ദിവസം ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിനനുസരിച്ചുള്ള എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ലാസ്സും ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ നമുക്ക് എക്സാം വരെ നമുക്ക് തരുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആരാണെന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി എന്നെ പറ്റിയിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ദിവസം സംസാരിക്കാം. ഓക്കെ, ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാൻ പോവാണ് കേട്ടോ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് എക്സിറ്റു കൺസർവേഷൻ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. നോട്ട് എ മെത്തേഡ് ഓഫ് എക്സിറ്റു കൺസർവേഷൻ. ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ക്രയോ പ്രിസർവേഷൻ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, നാഷണൽ പാർക്സ്, മൈക്രോ പ്രൊപ്പഗേഷൻ. ഈ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസിൻ്റെ തന്നെ സംഭവങ്ങൾ ഞാൻ PDF ആയിട്ട് തരാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ഫസ്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഞാൻ അങ്ങ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻസിറ്റു കൺസർവേഷൻ എന്താണ്, എക്സിറ്റു കൺസർവേഷൻ എന്താണ്. ഇൻസിറ്റു എന്ന് പറയുമ്പോൾ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഇൻ സിറ്റു എന്ന് പറയുമ്പോൾ ഇൻ എന്ന് വെച്ചാൽ എന്താണ്? അകത്ത്. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പുറത്ത് എന്നാണ് അർത്ഥം. സോ ഇൻസിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്, ആ കാടിനെ മൊത്തമായിട്ട് നമ്മൾ അവിടെ വച്ചിട്ട് തന്നെ സംരക്ഷിക്കുകയാണ്. ആ കാടിനെ അങ്ങനെ തന്നെ അവിടെ തന്നെ വെച്ച് സംരക്ഷിക്കുകയാണ്. അതിന് നമ്മൾ പുറത്തോട്ട് എടുത്തോട്ടൊന്നും ഒരിടത്തും കൊണ്ടുപോകുന്നില്ല. ആ എവിടെയാണോ അതിരിക്കുന്നത് അവിടെ തന്നെ അതിനെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു കൺസർവേഷനാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ പറയുവാണെങ്കിൽ കുറച്ച് പോയിന്റ്സുകൾ കൂടെ നമുക്കിൽ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ നാഷണൽ പാർക്സ്, അതുപോലെ ബയോസ്ഫിയർ റിസർവ്സ്, അതുപോലെ സാങ്ച്വറീസ്, സാക്രഡ് ഗ്രൂവ്സ്. അപ്പോൾ സാക്രഡ് ഗ്രൂവ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇത്രയാണ് ഇൻസിറ്റു കൺസർവേഷൻ. നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ആ ഒരു സംഭവത്തിന് നമ്മൾ ഒരിടത്തും എടുത്തുകൊണ്ട് പോകുന്നില്ല. അത് മാൻ മെയ്ഡ് ഒന്നുമല്ല. അതെങ്ങനെയാണോ വളർന്നത് അങ്ങനെ തന്നെ നമ്മൾ അതിനെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേറെ ചാൻസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തിനാണ് നമ്മൾ കൺസർവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള നശിക്കാറായിരിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ ഹോട്ട്സ്പോട്ട്സ് എന്ന് വിളിക്കുന്നത്. മൊബൈലിൽ ഷെയർ ചെയ്യുന്ന സംഭവമല്ല, ഹോട്ട്സ്പോട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇനിഷ്യലി എത്ര ഹോട്ട്സ്പോട്ട്സ് ഉണ്ടായിരുന്നു? 25 ഉണ്ടായിരുന്നത്. ഇപ്പോൾ 34 അതിൻ്റെ നമ്പർ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മെയിനായിട്ട് 3 ഹോട്ട്സ്പോട്ട്സിനെയാണ് പറയുന്നത്. ഒന്ന് വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? കവർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റു കൺസർവേഷൻ ആണ്. എക്സിറ്റു കൺസർവേഷൻ എന്താണ് എന്ന് പറയുമ്പോൾ, എക്സ്റ്റിൻറ്റ് ആവാൻ പോകുന്ന ഓർഗാനിസം ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എടുത്തുകൊണ്ട് വന്ന് വേറൊരു സ്ഥലത്ത് അവരെ താമസിപ്പിക്കുക, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കെയർ കൊടുത്ത് അവരെ താമസിപ്പിക്കുക എന്നുള്ളതാണ് എക്സിറ്റു എന്ന് പറയുമ്പോൾ. സൈറ്റ് എന്ന് പറയുമ്പം ഏതാണോ സൈറ്റ്, അങ്ങനെ നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരിക, എക്സിറ്റ്, പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് അവരെ സൂക്ഷിക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്തായിരിക്കും? നമ്മൾ ഈ പോകുന്ന പാർക്കുകൾ ഓൾമോസ്റ്റ് എല്ലാം, മ്യൂസിയം, സൂ, അതെല്ലാം എക്സിറ്റു കൺസർവേഷൻ ആണ്. എന്ന് പറയുമ്പം അവരുടെ ഇപ്പോൾ ഒരു പുലീനെ നിങ്ങൾ കണ്ടു ഒരു മ്യൂസിയത്തിൽ പോയപ്പോൾ, അതല്ലല്ലോ അവരുടെ ശരിക്കുള്ള സ്ഥലം. അവരെ ഏതൊരു കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടൊന്ന് ഇവിടെ ഇട്ടിരിക്കുന്നതല്ലേ. സോ അതാണ് എക്സിറ്റു കൺസർവേഷൻ. നമ്മുടെ എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ഈ പറയുന്ന സംഭവങ്ങൾ, ബൊട്ടാണിക്കൽ ഗാർഡൻ, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബൊട്ടാണിക്കൽ ഗാർഡൻ, അതുപോലെ തന്നെ സുവോളജിക്കൽ പാർക്സ്, ഇതൊക്കെ ഈ എക്സിറ്റുവിൽ വരുന്നതാണ്. അതുപോലെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾസിൽ പലത് എക്സിറ്റുവിൽ വരുന്നതാണ്. അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ നോക്കുക, അത് ഞാൻ പറയുന്നില്ല, ഇവിടെ എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നമ്മുടെ ഞാൻ NCERT വായിക്കുന്ന സമയത്തൊരു ക്വസ്റ്റ്യൻ എനിക്കായിട്ട് തോന്നിയതാണ്, എർത്ത് സമ്മിറ്റ് നടന്നത് എവിടെയാണെന്നുള്ളൊരു ചോദ്യം, അതുപോലെ തന്നെ അത് ഏത് വർഷമാണെന്നുള്ളൊരു ചോദ്യം. സോ ഇറ്റ് വാസ് ഹാപ്പൻ ഇൻ 1992, റിയോ ഡി ജനേറിയോ ആണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കി വയ്ക്കുക. സോ ആ ക്വസ്റ്റ്യൻ തീർന്നു. അതിൻ്റെ ആൻസർ നിങ്ങൾ മിക്കവാറും കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ജെൽ ഇലക്ട്രോഫോറസിസ് ടെക്നിക്.
ഓക്കെ, അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിസ് ടെക്നിക്ക് വെച്ചിട്ടുള്ള അതിൽ ഏറ്റവും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ഓഫ് DNA ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ ജെൽ വെൻ എക്സ്പോസ് ടു UV ലൈറ്റ്. അതുപോലെ ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് സെപ്പറേറ്റഡ് DNA strands ഫ്രം ജെൽ ഈസ് കോൾഡ് എല്യൂഷൻ. ദ സെപ്പറേറ്റഡ് DNA fragments are stained by using ethidium bromide. The presence of chromogenic substrate gives blue colored DNA bands on the gel. അപ്പോൾ ഇത് ഇത്രയും ലോങ് സെൻറ്റൻസ് ആയത് കാരണം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഞാനതിൻ്റെ PDF നിങ്ങൾക്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആൻസർ നോക്കുവാണെങ്കിലും ചെയ്യുവാണെങ്കിലും നിങ്ങൾ ആ PDF നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ജെൽ ഇലക്ട്രോഫോറസിസ് എന്നുള്ളൊരു പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലർക്കും ഇത് അറിയുന്നുണ്ടാവില്ല. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ടിംഗ് ഓഫ് ദ DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് റിസൾട്ട്സ് ഇൻ ദ DNA ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസേഴ്സ് പോലെയാണ്. അപ്പോൾ അവരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ DNA കട്ട് ചെയ്ത് DNA ഫ്രാഗ്മെൻറ്റ്സ് ആക്കി. ഓക്കെ, അതാണ് ഒരു സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. ഈ ഫോം ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കതിലെ ഓരോ മെത്തേഡ്സ് ആൻഡ് അവരുടെ രീതികളൊക്കെ നോക്കാം. ഫസ്റ്റ് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് DNA ഈസ് negatively charged. Okay, DNA is negatively charged, separated by forcing them to move towards the anode through the matrix. Okay, അത് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ, എന്തൊക്കെയാണ് പോയിന്റ് എന്ന് പറയാനുള്ളതാണ് ഞാൻ നോക്കി വായിക്കുന്നത്. അപ്പോൾ DNA നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് അവരെ ആനോഡിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണ്. എന്തിലൂടെ? ഒരു മെട്രിക്സ്, ഒരു മീഡിയത്തിലൂടെയാണ് അവരിങ്ങനെ, നമ്മളിങ്ങനെ വെള്ളത്തിൽ നീന്തി 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 ഒരു ദിശയിലോട്ട് പോകത്തില്ല, അതേപോലെ DNA എല്ലാം കൂടെ ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു മെട്രിക്സിൽ കൂടെ നീന്തി 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 അവർ ആനോഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ മെട്രിക്സ്, ആ വെള്ളം, അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഗാരോസ് ആണ്. എഗാരോസ് എന്ന് പറയുന്ന സംഭവമാണ്. എഗാരോസ് എവിടെ നിന്നുണ്ടാകുന്നു? ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ സീ വീഡ്സ്. അപ്പോൾ ഇതും ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ആരും പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു പോകരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സീ വീഡ്സിൽ നിന്നാണ് എടുക്കുന്നത്. സോ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് വിഷ്വലൈസ്ഡ് ആഫ്റ്റർ സ്റ്റെയിനിങ് വിത്ത് എത്തിഡിയം ബ്രോമൈഡ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഫോം ചെയ്ത എന്താ പറയുക DNA ഫ്രാഗ്മെൻറ്റ്സിനെ ഇനി നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എത്തിഡിയം ബ്രോമൈഡ് വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്യണം. സ്റ്റെയിൻ ചെയ്താൽ മാത്രം പോരാ, സ്റ്റെയിൻ ചെയ്തിട്ട് പോയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വിസിബിൾ ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? UV ലൈറ്റ് എക്സ്പോഷർ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ബാൻഡ്സുകൾ അല്ലെങ്കിൽ DNA ബാൻഡ്സുകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ വിസിബിൾ ലൈറ്റിൽ നമുക്കത് കാണാൻ പറ്റില്ല, നമ്മൾ UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്യും. അത് കഴിയുമ്പോൾ UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഏത് കളറിലാണ് ഇരിക്കുന്നത്? ഇറ്റ് ഈസ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ്. ഓക്കെ, ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ഓൺ ദ UV ലൈറ്റ്. അപ്പം അതാ അങ്ങനെ നമുക്ക് ബാൻഡ്സ് കിട്ടി. ഇനി ഈ ബാൻഡ്സിനെ, ഓക്കെ, ഇപ്പം നമുക്ക് ബാൻഡ്സ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ സ്റ്റെയിൻ ചെയ്ത് നമുക്ക് ബാൻഡ്സ് കിട്ടി. ഈ ബാൻഡ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എല്യൂഷൻ എന്ന് പറയുന്നത്. സോ സെപ്പറേറ്റഡ് ബാൻഡ്സ് ഓഫ് DNA ആർ കട്ട് ഔട്ട് ആൻഡ് എക്സ്ട്രാക്റ്റഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എല്യൂഷൻ. സോ അത് ക്ലിയർ ആയല്ലോ. ഇനി അതിൽ നിന്ന് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഇനിയിപ്പോൾ പറയാൻ പറ്റുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കനോട്ട് ബി കണക്റ്റഡ് ടു പ്രഡേഷൻ? ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് നെസസിറ്റേറ്റഡ് ബൈ നേച്ചർ ടു മെയിൻറ്റെയിൻ ദ എക്കോളജിക്കൽ ബാലൻസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മെയിൻറ്റെയിനിങ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എ കമ്മ്യൂണിറ്റി. മൂന്നാമത്തത്, ഇറ്റ് മൈറ്റ് ലീഡ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ് എ സ്പീഷീസ്. ബോത്ത് ദ ഇൻട്രാക്ടിങ് സ്പീഷീസ് ആർ നെഗറ്റീവ്ലി ഇമ്പാക്റ്റഡ്. ഓക്കെ, അതാണ് നമ്മുടെ സംഭവം. ഇതിൽ നിങ്ങൾക്ക് ആദ്യത്തെ മൂന്ന്, നിങ്ങൾക്ക് ഇതിൽ ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ ഓപ്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഏതാണ് തെറ്റെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ പറയാൻ പറ്റും. കനോട്ട് ബി കണക്റ്റഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ പറയാൻ പറ്റും. ഇതിൽ കൂടുതൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സംഭവങ്ങൾ അത് ഒരുമിച്ചൊന്ന് പറഞ്ഞുതരാം. എന്താണ് മ്യൂച്വലിസം, കോമ്പറ്റീഷൻ, പ്രഡേഷൻ, കൊമൻസാലിസം, അമൻസാലിസം, അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മ്യൂച്വലിസം എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വലി മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും പോസിറ്റീവ് ഉണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആരാണ്? ലൈക്കൺ, പയണിയർ സ്പീഷീസ് ഓൺ റോക്സ് അല്ലേ? ലൈക്കൺസ് ആണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. സോ മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ രണ്ട് പോസിറ്റീവ്, രണ്ടു പേർക്കും നല്ലത് മാത്രം വരുന്നു. നെക്സ്റ്റ് വരുന്നത് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേന് രണ്ട് പേര്, നമ്മുടെ മേശയുദ്ധം കേട്ടിട്ടില്ലേ? മേശയുദ്ധം, അതെ, ആടുകൾ ഇങ്ങനെ വന്ന്, ആടാണോ ആരോ ആണ്, ഓക്കെ, അത് നടക്കുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്? രണ്ടു പേർക്കും മുറിവുണ്ടാകുന്നുണ്ട്. അപ്പോൾ രണ്ടാർക്കും മേശ എന്ന് പറയുന്നത് ഏതോ ഒന്നിൻ്റെ പര്യായതാണ്. അത് ആടാണോ കുറുക്കനാണോ എന്നുള്ളതൊക്കെയാണ് എൻ്റെ സംശയം. അതാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആലോചിച്ചതാണ്. ഓക്കെ, രണ്ട് പേര് തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ എന്ത് ചെയ്യും? രണ്ടു പേർക്കും നെഗറ്റീവ് ഉണ്ടാകും. സോ അതാണ് ഈ പറയുന്ന കോമ്പറ്റീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ
ലേക്സിൽ നമ്മുടെ വെസിറ്റിംഗ് ഫ്ലമിഗോസും അതുപോലെ തന്നെ അവിടെയുള്ള റെസിഡൻറ്റ് ഫിഷസും കൂടെ ചേർന്ന് അവർക്ക് രണ്ടുപേർക്കും ഒരേ ഭക്ഷണമായിരുന്നു വേണ്ടത്. ആരാണ്? സൂ പ്ലാങ്ക്ടൺ ആയിരുന്നു. സോ അവർ രണ്ടുപേരും കൂടെ കോമ്പീറ്റ് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ അതൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ബലാനസ് ആൻഡ് ചത്തമലൂസ്, അതിന് നിങ്ങൾക്ക് എന്ത് വേണോ വിളിക്കാൻ, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നേരെ വരില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. ആ ഒരു എക്സാമ്പിളും കോമ്പറ്റീഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കോമ്പറ്റീഷനിൽ പറയുമ്പോഴത്തേനും നമുക്ക് പഠിക്കേണ്ട ഒരു ലോ അല്ല ഒരു പ്രിൻസിപ്പിളാണ് ഗോസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇത്രയേ ഉള്ളൂ ആ സെൻറ്റൻസ്. ഇപ്പോൾ ഒരു ഭക്ഷണമുണ്ട്, ഒരു ബിരിയാണി വെച്ചിട്ട് ഞാനും ഉണ്ട് നിങ്ങളും ഉണ്ട്, നമ്മൾ രണ്ടുപേരും കൂടി എന്താ പറയുക ആ ബിരിയാണിയുടെ പുറകെ ഓടുകയാണ്. അപ്പോൾ എനിക്കാണ് നിങ്ങളെക്കാളും എന്താ പറയുക സുപ്പീരിയോറിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു മാറ്റാനുള്ളത് അല്ലെങ്കിൽ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാനുള്ള കഴിവ് എനിക്കാണ് കൂടുതലെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കുറച്ച് കുറവാണ്, ഇൻഫീരിയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ അതിനെ എടുത്തുകൊണ്ട് പോകും. കാരണം എനിക്ക് കഴിവ് എന്ന് വെച്ചാൽ ആ ഒരു കഴിവ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ സുപ്പീരിയർ ആണ്. അപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറയുന്നത് പോലെ ഒരു റിസോഴ്സസിന് വേണ്ടി രണ്ട് മൃഗങ്ങൾ എന്താ പറയുക അടിപിടി കൂടുവാണെങ്കിൽ അതിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾ നമ്മൾ ജയിക്കും, മറ്റേ ആൾ നമ്മൾ എക്സ്ക്ലൂസ് ചെയ്ത് കളയും. അപ്പോൾ അതാണ് ഗോസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഞാനാണെങ്കിൽ നമുക്ക് അടിപിടി ഒന്നും കൂടണ്ട, നമുക്കൊരു തീരുമാനത്തിലെത്താമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ കുറച്ചെടുക്കുന്നു, നിങ്ങൾ കുറച്ചെടുക്കുന്നു, അപ്പം നമുക്ക് അടി കൂടത്തില്ലല്ലോ. സോ ടു അവോയ്ഡ് ദിസ് റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നു. എന്താണ് റിസോഴ്സ് പാർട്ടീഷനിങ്? നമ്മൾ ബിരിയാണി പങ്കിട്ട് എടുക്കുന്നു, അപ്പോൾ ആർക്കും തമ്മിൽ അടിയില്ല. അത് പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ അത് പറഞ്ഞത് മെക്കാദർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്, നമ്മുടെ NCERT ഒരു കാര്യമാണ് അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് പാരസൈറ്റിസം. പാരസൈറ്റിസവും പ്രഡേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഒരാൾക്ക് നെഗറ്റീവും ഒരാൾക്ക് പോസിറ്റീവാണ് വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എക്സാമ്പിൾ നമ്മൾ ഈ പറയുന്ന ഡിസ്കവറി ചാനലൊക്കെ കാണുന്നത് പോലെ പുലി മാനിനെ പിടിക്കാൻ ഓടുന്നു, അപ്പോൾ എന്താണ്? പുലിക്ക് ഭക്ഷണമായി മാനിന് മരിക്കുകയും ചെയ്തു. അപ്പോൾ മാനിന് നെഗറ്റീവും പുലിക്ക് പോസിറ്റീവും. സോ പ്രഡേഷൻ ആൻഡ് പാരസൈറ്റിസം ഇത് രണ്ടും ഒരാൾക്ക് പോസിറ്റീവ് ഒരു നെഗറ്റീവുമാണ്. ഇതിൽ പാരസൈറ്റിസത്തിൽ എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്ടോ പാരസൈറ്റ്, എൻഡോ പാരസൈറ്റ്, അതുപോലെ തന്നെ ബ്രൂഡ് പാരസൈറ്റിസം. എക്ടോ പാരസൈറ്റ്സ് എന്താണ്? എക്ടോ മീൻസ് പുറത്തെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ശരീരത്തിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്, നമ്മുടെ പുറത്ത് ഹോസ്റ്റിൻ്റെ പുറത്ത് വളരുന്ന ജന്തുക്കൾ, അതിനെയാണ് നമ്മൾ എക്ടോ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ തലയിൽ വരുന്ന പെയിൻ, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ചെള്ളില്ലേ, ഡോഗ്സിൻ്റെ മേലെ കാണുന്ന ടിക്സ്, ചെള്ളുകൾ, അപ്പോൾ അവരൊക്കെയാണ് ഈ പറയുന്ന പാരസൈറ്റ്സ്, എക്ടോ പാരസൈറ്റ്സിന് എക്സാമ്പിൾ. അതുപോലെ തന്നെ എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ബോഡിക്ക് അകത്ത് നടക്കുന്ന അല്ലെങ്കിൽ അകത്തുള്ള എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് നമ്മളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ അകത്ത് വരുന്നു, അതൊക്കെയാണ് നമ്മുടെ എക്ടോ പാരസൈറ്റ്സിന് എക്സാമ്പിൾസ്. ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്നത് നമ്മുടെ കുയിലും കാക്കയും മുട്ടയിടുന്ന പരിപാടിയില്ലേ, പറ്റിക്കുന്ന, അത് തന്നെ ബ്രൂഡ് പാരസൈറ്റിസം. നെക്സ്റ്റ് വരുന്നത് കമൻസാലിസം, അമൻസാലിസം. കമൻസാലിസം എന്ന് പറയുമ്പോഴത്തേനും ഒരാൾക്ക് പോസിറ്റീവും മറ്റേ ആൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല. ഓക്കെ, അതാണ് കമൻസാലിസം. കമൻസേ ഇല്ല എന്ന് പറയുമ്പോൾ മറ്റേ ആൾക്ക് കുഴപ്പമില്ല, നല്ലതുമില്ല ചീത്തയില്ല. ഓക്കെ, ഈ ആൾക്ക് പോസിറ്റീവും ഉണ്ട്, കമൻസാലിസം. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കാറ്റൽ എഗ്രറ്റ് ആൻഡ് ഗ്രേസിങ് കാറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക പുൽത്തകിടിലൊക്കെ നടന്നു പോകുന്ന പശുക്കളുടെ പുറകിൽ ചിലപ്പോൾ കാക്ക ഇരുന്ന് പോകാറുണ്ട്, വേറെ ജന്തുക്കളും പറവകളൊക്കെ ഇരുന്ന് പോകാറില്ലേ? അവരെന്തിനാണ് പുറത്ത് കയറിയിരിക്കുന്നത്? ഇപ്പോൾ അവർ പുറത്ത് കയറിയിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പശു നടന്ന് ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും പുല്ല് കഴിക്കുമ്പോഴത്തേനും അതിൽ നിന്നൊക്കെ ഇങ്ങനെ പൊന്തി വരുന്ന ചെറിയ ചെറിയ പ്രാണികളൊക്കെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പക്ഷികളൊക്കെ പുറത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ പുറത്ത് കയറിയിരുന്നത് കാരണം പശുവിനും കുഴപ്പമില്ല, എന്നാൽ പുറത്ത് കയറിയിരിക്കുന്നത് കാരണം ഈ പറയുന്ന പറവയ്ക്ക് ഭക്ഷണവും കിട്ടുന്നുണ്ട്. സോ അതാണ് ഈ പറയുന്ന കമൻസാലിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് വരുന്ന എക്സാമ്പിൾ വെരി ഇമ്പോർട്ടൻറ്റ്, സീ അനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ്. ഓക്കെ, സീ അനിമോണിന് കുറേ സ്റ്റിങ്ങിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ വള്ളികൾ പോലത്തെ സാധനമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ക്ലൗൺ ഫിഷ് എന്ന് പറയുന്ന ആരും കാണാതെ പ്രഡേറ്റേഴ്സിൻ്റെ അടുത്തൊന്നും പെടാതെ ഒളിച്ചിരിക്കും. അതിൻ്റെ ഒളിച്ചിരുന്നത് കാരണം ക്ലൗൺ ഫിഷിൻ്റെ ജീവനും കിട്ടി, എന്നാൽ സീ അനിമോണിന് ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, അതാണ് ഒരു സംഭവം. നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് എന്ന് പറയുമ്പോൾ വോൾവോക്സ് സ്റ്റാർച്ച് എന്ന് എഴുതിയിട്ടുണ്ട്, എക്ടോകാർപ്പസ് വ്യൂക്കോസാന്തിൻ എന്ന് എഴുതിയിട്ടുണ്ട്, യുലോത്രിക്സ് മാനിറ്റോൾ എന്ന് എഴുതിയിട്ടുണ്ട്, പോർഫൈറിയ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അതിൽ എനിക്ക് പറയാനുള്ളത് ഒരു പേജ് നമ്പർ 33 ഒരു ടേബിളാണ്. അതായത് ക്ലോറോഫൈസിയ എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ ആൽഗയാണ്. അവരുടെ മേജർ ഫിഗ്മെന്റ്സ് എന്ന് പറയുന്നത് A, B. അതുപോലെ തന്നെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. അതുപോലെ തന്നെ അവർക്ക് ഫ്ലജല്ല 2 to 8 ഈക്വൽ എപ്പിക്കൽ ഫ്ലജല്ലയാണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഈക്വൽ എപ്പിക്കൽ ഫ്ലജല്ലയാണ്. ഹാബിറ്റേറ്റ് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് പഠിക്കേണ്ട. ഓക്കെ,
നെക്സ്റ്റ് പറയുന്നത് ഫിയോഫൈസിയ. അപ്പോൾ ക്ലോറോഫൈസിയ ആയി ഫിയോഫൈസിയ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രൗൺ ആൽഗയാണ്. നമ്മുടെ ക്ലോറോഫിൽ എയും ബിയും ആയിരുന്നു ക്ലോറോഫൈസിയക്ക്. ബി കഴിഞ്ഞ് അടുത്ത ആരാണ് വരുന്നത്? സി. അപ്പോൾ ക്ലോറോഫിൽ എ എല്ലാവർക്കും ഉണ്ട്, ബി, സി, ഡി. ഓക്കെ, അപ്പം ക്ലോറോഫൈസിയ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ളവരുടെ നമുക്ക് പഠിക്കാൻ പറ്റും. ക്ലോറോഫൈസിയയിൽ ആരായിരുന്നു? ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും ആയിരുന്നു. ഫിയോഫൈസിയയിൽ ആരാ? ക്ലോറോഫിൽ എ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ബി കഴിഞ്ഞ് അടുത്ത് ആരാ വരുന്നത്? സി. അപ്പോൾ ഫിയോഫൈസിയയിൽ ക്ലോറോഫിൽ സി ആണ് വരുന്നത്. അവരുടെ ഫുഡ് എന്ന് പറയുന്നത് മാനിറ്റോൾ ആൻഡ് ലാമിനാറിൻ ആണ്. അതുപോലെ തന്നെ അവരുടെ സെൽ വാൾ ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് ആൽജിൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. അതുപോലെ അവരുടെ ഫ്ലജല്ല വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2 എണ്ണം ഉണ്ട്, അൺഈക്വൽ ആൻഡ് ലാറ്ററൽ. മറ്റവിടെ ക്ലോറോഫൈസിൽ ആരായിരുന്നു? എപ്പിക്കൽ ആയിരുന്നു. ഇവിടെ അൺഈക്വൽ ആൻഡ് ലാറ്ററൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന റോഡോഫൈസിയ ഈസ് റെഡ് ആൽഗെ. അതിലുള്ള നമ്മുടെ മേജർ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ എല്ലായിടത്തും ഉണ്ടല്ലോ. നെക്സ്റ്റ് വരുന്ന ആരാ? സി കഴിഞ്ഞിട്ട് വരുന്ന ആരാ? ഡി ആണ്. സോ ക്ലോറോഫിൽ ഡിയും അതുപോലെ തന്നെ ഫൈക്കോ എറിത്രിനും ആണ് ഇവിടെ ഉള്ളത്. ഫിയോഫൈസിയയിൽ ഫ്യൂക്കോസാന്തിൻ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി അതുപോലെ തന്നെ റെഡോഫൈസിയയിൽ തന്നെ ഉള്ള നമ്മുടെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. ഓക്കെ, എന്നാൽ ഫിയോഫൈസിയയിൽ ആരായിരുന്നു? ഫ്യൂക്കോസാന്തിൻ ആൻഡ് മാനിറ്റോൾ ആൻഡ് ലാമിനാറിൻ. നെക്സ്റ്റ് വരുന്നത് സെൽ വാൾ ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ്. അത് നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ ഫ്ലജല്ല ആബ്സെൻ്റ് ആണ്. ഫ്ലജല്ല ഈസ് ആബ്സെൻ്റ് ഇൻ റോഡോഫൈസിയെ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഡു നോട്ട് ഷോ പ്ലാസ്റ്റിസിറ്റി. എന്താണ് ഈ പ്ലാസ്റ്റിസിറ്റി? പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്ലാന്റ്സ് ഫോളോ ഡിഫറെന്റ് പാത്വേസ് ഇൻ റെസ്പോൺസ് ടു എൻവയോൺമെന്റ് ഓർ ഫേസസ് ഓഫ് ലൈഫ് ടു ഫോം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ പ്ലാന്റ്സും അവരുടെ ജീവിതത്തിലെ പല എൻവയോൺമെന്റിലെ സിറ്റുവേഷനും അവരുടെ ലൈഫിലെ പല വിഷമങ്ങളും ഒക്കെ കാരണം അവരെന്ത് ചെയ്യും? മാറും. ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ അങ്ങനെയല്ലേ, നമുക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് നമ്മൾ മാറി നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഇമോഷൻസിനെ എന്തെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കും. അതുപോലെ തന്നെ പ്ലാന്റ്സും അതിനനുസരിച്ച് അവരുടെ സ്ട്രക്ചർ മോഡിഫൈ ചെയ്യും, എന്തെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്യും. സോ അതിന് എക്സാമ്പിളാണ് ഹെട്രോഫിലി ഇൻ കോട്ടൺ, അതായത് കോട്ടണിലുള്ള നമ്മുടെ ആ ഒരു ചേഞ്ചസ്. നെക്സ്റ്റ് അതുപോലെ തന്നെ വരുന്ന എക്സാമ്പിൾ ഉള്ളതാണ് കൊറിയാൻഡർ, അതുപോലെ തന്നെ ബട്ടർ കപ്പ് ആണെങ്കിൽ തന്നെ വാട്ടറിലും അതുപോലെ തന്നെ എയറിലും അവരുടെ ലീവ്സ് എന്ന് പറയുന്നത് ഒരു വേറെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. സോ അപ്പം രണ്ടിടത്ത് 2 ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം ഇവരൊക്കെയാണ് ഈ പ്ലാസ്റ്റിസിറ്റി കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് പ്ലാസ്റ്റിസിറ്റി കാണിക്കാത്തത് എന്നുള്ളത് ഇനിയിപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ ഞാനിവിടെ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തോളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തോരം ഇമ്പോർട്ടൻ്റ് ആയി, നിങ്ങൾക്ക് എന്തോരം മനസ്സിലായി, ഇത് ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്തിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതിൻ്റെ ടോപ്പിക്സ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വേഗം തീർക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതിന് മുമ്പ് എൻ്റെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യുവർ ക്വാറന്റൈൻ ടീച്ചർ ആപ്പ് എടുക്കുക പ്ലേ സ്റ്റോറിൽ നിന്ന്. അതിൽ നീറ്റ് ക്രാഷ് കോഴ്സ് 2023 എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് നോക്കുക. അതിലെ പ്രിവ്യൂ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണുക. അതിനനുസരിച്ച് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കോഴ്സിൽ എൻറോൾ ചെയ്യുക. ഇവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമാണ് നിങ്ങൾ ബയോളജി റിവിഷൻ ചെയ്യേണ്ട, നിങ്ങൾക്ക് ബയോളജി തറോ ആയിട്ട് പോകേണ്ട ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമല്ല, സ്മാർട്ട് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് 24 hours കൊണ്ട് നിങ്ങളുടെ ക്ലാസ് പൂർത്തിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് 10 ദിവസമുണ്ട്. 10 ദിവസം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തിൽ 10 ദിവസമുണ്ട്. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പല ടൈമായിട്ട് തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് MCQs ചെയ്യാൻ പറ്റും. ബയോളജി നിങ്ങൾക്ക് പക്കയാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് കൂടുതൽ ടൈം കൊടുക്കാനും പറ്റും. സോ ചൂസ് വൈസ്ലി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.